നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നതായി സ്ഥിരീകരിച്ച് കേന്ദ്ര സർക്കാർ 2 പരീക്ഷാ കേന്ദ്രങ്ങളിൽ ക്രമക്കേട് നടന്നുവെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. വിഷയം കേന്ദ്ര സർക്കാർ ഗൗരവത്തോടെ എടുത്തിട്ടുണ്ട് എന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. കുറ്റക്കാരെ വെറുതെ വിടില്ല എന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കുന്നു. നിതിൻ അംബുജം ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. നിതിൻ, വിശദാംശങ്ങൾ എന്താണ്? കേന്ദ്രം കാണുന്നത് എങ്ങനെയാണ് ഇതിനെ? റിജിത്ത്, ആദ്യമായിട്ടാണ് കേന്ദ്രമന്ത്രി ഇതിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് തുറന്നു സമ്മതിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളടക്കം വലിയ പ്രതിഷേധം വിദ്യാർത്ഥി സംഘടനകൾ ഉയർത്തിയിരുന്നു. ഈ ഘട്ടത്തിലൊന്നും തന്നെ ഈ ഒരു വിഷയത്തിൽ ഈ ക്രമക്കേട് നടന്നു എന്ന് മന്ത്രി സമ്മതിച്ചില്ല. പക്ഷേ ഇന്നിപ്പോൾ ഒഡീഷയിൽ അദ്ദേഹം വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ക്രമക്കേട് നടന്നിട്ടുണ്ട്, 2 ഇടങ്ങളിലാണ് ക്രമക്കേട് നടന്നിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ക്രമക്കേടിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളിലേക്ക് മന്ത്രി കടന്നിട്ടില്ല. 2 ഇടങ്ങളിൽ ക്രമക്കേട് നടന്നു. ഉദ്യോഗസ്ഥർക്കെതിരെ എത്ര വലിയ ഉന്നത ഉദ്യോഗസ്ഥരായാലും ശരി, അവർക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, വലിയ പ്രതിഷേധമായി ഇടത് വലത് വിദ്യാർത്ഥി സംഘടനകൾ രംഗത്തുണ്ട്. മാത്രമല്ല, പ്രതിപക്ഷ പാർട്ടികളും രംഗത്തുണ്ട്. ഇതിനിടയിൽ ഈ 1563 വിദ്യാർത്ഥികളുടെ പരീക്ഷ അടക്കം ഉത്തരവിട്ടൊരു സാഹചര്യമുണ്ട്. ഈ മാസം 23-നാണ് പരീക്ഷ. അതേസമയം തന്നെ 67 വിദ്യാർത്ഥികൾക്കാണ് ഇക്കുറി ഉയർന്ന മാർക്കോട് തന്നെ ഈ നീറ്റ് പരീക്ഷ വിജയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 2 പേർക്ക് മാത്രം ഫുൾ മാർക്ക് ലഭിച്ചൊരു പരീക്ഷയിൽ ഇത്തവണ 67 പേർക്ക് ഇത്തരത്തിൽ മുഴുവൻ മാർക്കോടുകൂടി തന്നെ പാസ്സായിട്ടുണ്ട്. അതിൽ തന്നെ 7 പേർ ഒരു പരീക്ഷാ കേന്ദ്രത്തിലെ ആളുകളാണ്. അങ്ങനെ വലിയ പരാതികളും ആരോപണങ്ങളും ഉയർന്നൊരു പശ്ചാത്തലമുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ മന്ത്രിയുടെ തുറന്നു പറച്ചിൽ. എന്തായാലും ഈ ഒരു വിഷയത്തിൽ എന്ത് നടപടി കേന്ദ്രമന്ത്രി സ്വീകരിക്കുമെന്നതൊരു ചോദ്യമാണ്. വരും ദിവസങ്ങളിൽ പക്ഷേ അതിനുള്ള ഉത്തരം മന്ത്രി നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ റീടെസ്റ്റ് അടക്കം നടക്കാൻ പോവുകയാണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയ കാര്യങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി തന്നെ അത് സമ്മതിക്കുന്നു. ഏത് തരത്തിലുള്ള ക്രമക്കേട്, അതിൻ്റെ സ്വഭാവം എങ്ങനെ, അങ്ങനെയുള്ള വിശദാംശങ്ങളിലേക്ക് കേന്ദ്രമന്ത്രി കടക്കുന്നുണ്ടോ? റിജിത്ത്, ഈ ഒരു പ്രതികരണത്തിൽ മന്ത്രി അത്തരം ചില വിശദാംശങ്ങൾക്കൊന്നും തന്നെ കടന്നിട്ടില്ല. 2 ഇടങ്ങളിൽ ക്രമക്കേട് നടന്നു എന്ന് മാത്രമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിലിപ്പോൾ അന്വേഷണമായി മുന്നോട്ട് പോവുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ ക്രമക്കേടിന്റെ സ്വഭാവം ഏത് തരത്തിലാണെന്നോ അല്ലെങ്കിൽ ആരൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നോ ഏത് കേന്ദ്രങ്ങളിലാണ് ഇത്തരം ക്രമക്കേട് നടന്നതെന്നോ തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ മന്ത്രി വിശദീകരിച്ചിട്ടില്ല. ഒരുപക്ഷെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ മന്ത്രി അത്തരം ഒരു പ്രതികരണങ്ങൾക്ക് കടക്കാതിരുന്നത്. എന്തായാലും അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ശക്തമായ നടപടിയെടുക്കുമെന്ന ഒരു ഉറപ്പാണ് ഇപ്പോൾ മന്ത്രി നൽകിയിരിക്കുന്നത്. ശരി, നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നു എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. അന്വേഷണം നടക്കും, കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ പറയുന്നു.